വെറും 3 മാസം കൊണ്ട് മാത്രം ഈ ഒരു മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ട് നമ്മൾ എന്താണ് ജോലിയിലേക്ക് കയറാണ്. അത്തരത്തിൽ നമ്മൾ എത്തുമ്പോൾ ആ ഒരു ജോലിയിലേക്ക് എത്താനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു 3 മാസം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും. ഈ മെഡിക്കൽ കോഡിങ്ങിലോട്ട് വരുമ്പോൾ 1 or 2 years കഴിഞ്ഞാൽ എന്തായിരിക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ജേർണി സ്റ്റുഡൻസിൻ്റെ എങ്ങനെയായിരിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? സർട്ടിഫൈഡ് ആയിട്ട് അല്ലെങ്കിൽ നോൺ സർട്ടിഫൈഡ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഇനീഷ്യൽ ആ ഒരു ഫേസ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ഫേസ് ചെയ്ത പോലെയുള്ള ഒരു ഫേസിലൂടെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും. ഇപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ, ഒരു 2 year എക്സ്പീരിയൻസ് വേണ്ടി വന്നു സാറിന് ഇതിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോഡിങ്ങിലോട്ട് വരുമ്പോൾ 1 or 2 years കഴിഞ്ഞാൽ എന്തായിരിക്കും അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ അതിന് ശേഷമുള്ള ഒരു ജേർണി സ്റ്റുഡൻസിൻ്റെ എങ്ങനെയായിരിക്കും എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഓക്കെ, നമ്മളിപ്പം എന്താ പറയുക, നേഴ്സിംഗിലെ സ്റ്റോറി പറഞ്ഞു. ഇപ്പം മെഡിക്കൽ കോഡിങ്ങിൽ വരുന്ന സമയത്ത് നമ്മളിപ്പോൾ 1 or 2 year മിനിമം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലേണിംഗ് ഫേസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ട് ഇതിൻ്റെ ഹൈറാർക്കൽ ഓർഡേഴ്സ് ഉണ്ട്. ഫ്രം ദ ട്രെയിനി മെഡിക്കൽ കോഡർ മുതൽ അപ് ടു മാനേജർ വരെയുള്ള ഒരു ഹൈറാർക്കൽ പൊസിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 1 or 2 year എക്സ്പീരിയൻസ് നേടിയിട്ടുള്ള ആ ഒരു സമയം തന്നെ ചില ആളുകൾ അതിൽ തന്നെ ചിലപ്പോൾ സീനിയർ കോഡറായി മാറിയിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ നമ്മുടെ പെർഫോമൻസ് നമ്മുടെ ഇതിനെ ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, റിസൾട്ട് പെട്ടെന്ന് തന്നെ മാറും. ഇത്രയും ഡെഡിക്കേറ്റഡ് അത്രയും ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കില്ലൊക്കെ മാക്സിമം ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് അവിടെ കിട്ടും. അപ്പം വൺസ് ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ട്രെയിനി കോഡറിൽ നിന്ന് മാനേജർ വരെയുള്ള പൊസിഷൻ എത്താനുള്ള ടൈം പീരീഡ് എന്ന് ശരിക്കും നിശ്ചയിക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ വൺസ് നമ്മളെപ്പോഴും പറയാറുണ്ട് എല്ലാ കാലത്തും നമ്മൾ മെഡിക്കൽ കോഡർ മാത്രമല്ല സീനിയർ കോഡർ ആവുന്നു അല്ലേ. ഞാൻ പറഞ്ഞ 1 or 2 year എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 2 year നമ്മൾ കഴിഞ്ഞാൽ സീനിയർ കോഡർ ആവുന്നു, ക്വാളിറ്റി അനലിസ്റ്റ് ആവുന്നു, QA പോസ്റ്റിലോട്ട് ആവുന്നു, പ്രോസസ് കോച്ച് ആവുന്നു, ടീം ലീഡർ ആവുന്നു, ഫ്ലോർ മാനേജർ ആവുന്നു. ഇങ്ങനെയുള്ള പൊസിഷൻസിലൂടെ അവർ കടന്നു പോകാം. അതെല്ലാം ഈ ഒരു 1 or 2 year എക്സ്പീരിയൻസ് എന്താ പറയുക, ഇതിന് ശേഷം അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പോസ്റ്റുകളാണ് മേലോട്ടേക്കുള്ള പോസ്റ്റുകളെല്ലാം. ഇപ്പോൾ മാനേജർ അപ് ടു മാനേജർ വരെയുള്ള പോസ്റ്റുകൾ. അപ്പം അത് വെറും ഒരു ഹൈറാർക്കിക്കൽ പൊസിഷൻ മാത്രമല്ല, നമ്മളൊരു ട്രെയിനി കോഡർ അല്ലെങ്കിൽ സർട്ടിഫൈഡ് കോഡർ കരിയർ ആരംഭിക്കുന്ന അത്യാവശ്യം നല്ലൊരു പാക്കേജിലാണ്. ബാക്കിയുള്ള പ്രൊഫഷണൽ കോഴ്സിൽ അല്ലെങ്കിൽ കഴിയുന്നതിനെക്കാട്ടൊക്കെ നല്ലൊരു സ്റ്റാർട്ടിംഗ് പാക്കേജിലാണ് അവർ കരിയർ ആരംഭിക്കുന്നത്. നമുക്കറിയാം ഇവിടെ ഉള്ള ഒരു മെഡിക്കലോ അല്ലെങ്കിൽ പാരാമെഡിക്കലോ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരാൾ നോർമൽ കോഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഹോസ്പിറ്റലോ ഏതെങ്കിലും ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മിനിമം വളരെ ബേസിക് പേയ്മെൻറ്റേ കിട്ടുന്നുള്ളൂ. അപ്പം അവിടെയാണ് എന്താ പറയുക, ഒരു മെഡിക്കൽ കോഡറെ സംബന്ധിച്ചിടത്തോളം ഒരാൾ സ്റ്റാർട്ടിംഗ് പാക്കേജിന് അത്യാവശ്യം നല്ലൊരു ഇൻഡസ്ട്രിയിൽ ഏറ്റവും നല്ലൊരു പാക്കേജിൽ അവർക്ക് ആരംഭിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സീനിയർ കോഡറും QA പ്രോസസ് കോച്ചിങ് ഇതിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇതെല്ലാം എൻ്റയർലി എന്താ പറയുക ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതെ സാർ. അപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ ഒരു 1 or 2 year ഒന്നും ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാണ്ട് വെറും 3 മാസം കൊണ്ട് മാത്രം ഈ ഒരു മെഡിക്കൽ കോഡിങ് പഠിച്ചിട്ട് നമ്മൾ എന്താണ് ജോലിയിലേക്ക് കയറാണ്. അത്തരത്തിൽ നമ്മൾ എത്തുമ്പോൾ ആ ഒരു ജോലിയിലേക്ക് എത്താനുള്ള എല്ലാ ഫെസിലിറ്റീസും എല്ലാ സൗകര്യങ്ങളും ഈ ഒരു 3 മാസം കൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കും, ഇവിടുന്ന് ചെയ്തു കൊടുക്കാറുണ്ട്? തീർച്ചയായിട്ടും. നമ്മൾ ഈ ഒരു 3 month നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ട്രെയിനിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് എക്സാം ക്രാക്ക് ചെയ്തിട്ട് പ്ലേസ്മെൻറ്റ്സ് കഴിഞ്ഞ ദിവസം നമ്മുടെ കാലിക്കറ്റ് വെച്ചിട്ട് ജോബ് ഡ്രൈവ് നടന്നു. അപ്പോൾ ഒരു 3 month കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കേഷൻ നേടിയിട്ടും വിത്തൗട്ട് സർട്ടിഫിക്കേഷനും ഉള്ളൊരു ജോബ് ഡ്രൈവ് ആയിരുന്നു. ഔട്ട് ഓഫ് 40 to 40 ഗോട്ട് സെലക്റ്റഡ് ആണ് ജോബ് ഡ്രൈവിൽ. കാരണം ഓൺലി 3 months മാത്രം സ്പെൻഡ് ചെയ്തിട്ടാണ് അവർ അത്രയും വലിയൊരു കാര്യം അച്ചീവ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും എന്താ പറയുക, ആ ഒരു വലിയൊരു നമുക്കൊരു പ്രൗഡ് തന്നെയാണ്. അത്രയും കുട്ടികൾക്ക് ജോലി എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നതും തന്നെയാണ്. അപ്പോൾ അത് അവരോടൊക്കെ പറയാം, ഇനീഷ്യൽ അവർക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി, സർട്ടിഫൈഡ് ആയിട്ടോ അല്ലെങ്കിൽ നോൺ സർട്ടിഫൈഡ് ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ ഇനീഷ്യൽ ആ ഒരു ഫേസ് ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഞാൻ ഫേസ് ചെയ്ത പോലെയുള്ള ഒരു ഫേസിലൂടെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, കടന്നു പോകുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടി ശ്രമിക്കുക എപ്പോഴും അല്ലേ. നമ്മളിപ്പം എല്ലാം 100% വർക്കിലേക്ക് ഞാൻ ഇപ്പോൾ നേഴ്സായ സമയത്ത് വർക്ക് ചെയ്ത സമയത്ത് ഫുള്ളി വർക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മളെ എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് എല്ലാം അതിനൂടെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നെ ലൈഫ് എന്ത് ചെയ്യണം, മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. പക്ക അത് മാത്രം എന്നുള്ളതല്ല കാണുന്നത്. അപ്പം അങ്ങനെയാണ് കൂടുതൽ സ്ട്രെസ് ചെയ്ത കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ഔട്ടിങ്ങോ അല്ലെങ്കിൽ എല്ലാം നമ്മളതിനനുസരിച്ച് പാരലി പ്ലാൻ ചെയ്യും. അപ്പം റിലാക്സേഷനൊക്കെ നമ്മൾ കൊളീഗ്സായിട്ടൊക്കെ നമ്മളത് എൻജോയ് ചെയ്ത് തന്നെ നേരും. കുട്ടികളൊക്കെ ബൾക്കായിട്ടാണ് പല കമ്പനികളിലും റിക്രൂട്ട് ചെയ്യുന്നത്. അവിടെ തന്നെ ഒരു ടീമാണ് അവർക്ക് എന്ത് ചെയ്യാം, പ്ലാൻ ചെയ്യാം. ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ സെപ്പറേറ്റ് വ്യത്യസ്തമായ കാർഡിൽ നിന്ന് പഠിച്ചിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുമിച്ച് അവിടെ എത്തിയിട്ട് അവർ വീണ്ടും ഒരു ഫ്രണ്ട്സ് ആവുകയാണ്. കാലിക്കറ്റ് പഠിച്ചതും കണ്ണൂർ പഠിച്ചിട്ടുള്ളതും തലശ്ശേരി പെരുന്തൽമണ്ണ പഠിച്ചതും പല ലൊക്കേഷനിലെ കുട്ടികളും അവിടെ നിന്ന് ക്ലബ് ആവുകയാണ്. അവർ വീണ്ടും ഒരു ഫാമിലി ആയിട്ട് മാറുകയാണ്, ഇതൊരു ഫാമിലി ആയിട്ട് മാറുകയാണ്.
അപ്പോൾ അവരത് മാക്സിമം എൻജോയ് ചെയ്തിട്ട് വർക്കും എല്ലാം അതിൻ്റെ ഒരു ഫുൾ നാച്ചുറൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മറ്റുള്ള ഏരിയകളിലൊക്കെ ഡൈവേർട്ട് ചെയ്ത് നിർത്തുക. അതെ, ഈ ടീമായിട്ട് കയറുമ്പോൾ എസ്പെഷ്യലി എല്ലാവർക്കും പൊതുവേ ഒരു ജോലിയിലേക്ക് പെട്ടെന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഒരുപാട് അപ്പോഴൊക്കെയാണ് നമ്മൾ ഈ സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് ഉണ്ടാവുക. പക്ഷെ നമ്മൾ വർക്ക് ചെയ്ത ടീമിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ജോലിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കൂടുതൽ മലയാളീസ് നമ്മളെ കുട്ടികൾ തന്നെ എല്ലാവരും ഉണ്ടാവും, പക്ഷെ എന്നാൽ കൂടെ കൂടുതലായിട്ട് മലയാളികൾ നമ്മുടെ കൂടുതൽ കുട്ടികൾ തന്നെ ഉണ്ടാവും. മാത്രമല്ല മറ്റുള്ള കുട്ടികളുള്ള സമയത്ത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പാർട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ട്. എന്തുകൊണ്ടും ആ ഒരു ഏരിയ കംപ്ലീറ്റ് മിങ്കിൾ ചെയ്യുന്നത് നല്ല ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്തുകൊണ്ട് അവിടെ റിസൾട്ടായി മാറുക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ ഇപ്പോൾ നമ്മളുമായി പങ്കുവെച്ചു. ഒരുപാട് കാര്യങ്ങൾ ഇനി പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന ആളുകൾക്കും ഇതുപോലുള്ള സ്ട്രെസ്സുകൾ അനുഭവിക്കുന്ന ആളുകൾക്കും ഒക്കെ ഒന്ന് ചിന്തിക്കാനും കുറച്ചും കൂടി കൂളായിട്ട് കാര്യങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾ സാർ ഇപ്പോൾ നമ്മളുമായി പങ്കുവെച്ചു. അത് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആവട്ടെ, എല്ലാവരിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.